വോട്ട് ചെയ്ത പൊതുജനങ്ങൾ ഇപ്പോൾ ആരായി? വോട്ട് ചെയ്ത പൊതുജനത്തിന്റെ മുഖത്ത് നോക്കിയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി കുഞ്ഞനം കുത്തി കാണിക്കുന്നത്. കാരണം വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഇത്രയും ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്കോ UDFനോ കഴിയുന്നില്ല. കാരണം അതിലുണ്ടാകുന്ന തമ്മിത്തല്ല് തന്നെയാണ്. ഭരണം കയ്യിൽ കിട്ടിയപ്പോൾ ആര് ഭരിക്കണം എന്നുള്ള തമ്മിത്തല്ലുകളാണ് അതുവഴി നടക്കുന്നത്. ഇത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, നീ ആരടാ ഈ ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങൾക്കറിയാം തീരുമാനം എടുക്കാനും ലീഡർഷിപ്പ് ഉണ്ടാക്കാനും, നീ ആരും ഇതൊന്ന് പറയാനെന്നായിരിക്കും. ഇത് പറയാൻ ഞാൻ ഒരു കോൺഗ്രസ് പാർട്ടിക്കാരൊന്നുമല്ല, ഞാനൊരു പക്ക കമ്മ്യൂണിസ്റ്റുകാരനാണ്. എങ്കിലും പറയാം, മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരാളുടെ പൊതുസ്വത്തല്ല, പബ്ലിക്കാണ്. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ പൊതുസ്വത്തല്ല, ജനങ്ങളുടെയാണ്. ജനങ്ങളുടെ ഇടയിൽ നിന്ന് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഇനി 5 വർഷം മുഖ്യമന്ത്രിയായിരിക്കേണ്ടത് എല്ലാ പൊതുജനങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അപ്പം നീ ആരാ ചോദിച്ചാൽ ഇപ്പം ഞാനൊരു പൊതുജനമാണ്. പൊതുജനങ്ങളുടെ വികാരമാണ് ഞാൻ പറയുന്നത്. പട നയിച്ചവൻ ഭരണം നയിക്കട്ടെ എന്ന്. പട നയിച്ചവനോ മറ്റാരായാലും ഇപ്പോൾ തർക്കം നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരാണ് KC വേണുഗോപാൽ. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ 6 മാസത്തിനുള്ളിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണം. 2 ഉപതെരഞ്ഞെടുപ്പുകൾ നടത്തണം. ആ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കണം. അതെല്ലാം അനാവശ്യ ചെലവുകൾ കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും അതിന് പുറകിൽ ആളുകൾ വോട്ട് ചെയ്യാനായിട്ട് രംഗത്തിറങ്ങുകയും അത് ജയിച്ചാലേ നടക്കുകയുള്ളൂ. ഈ ജനം ജയിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ട്. UDFന് ഇത്രയും വൻപിച്ച ഭൂരിപക്ഷം കിട്ടാൻ കാരണം വോട്ട് ചെയ്ത വോട്ടർമാർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ സ്ത്രീകളാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. സ്ത്രീകളും മറ്റെല്ലാവരും തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും ഭൂരിപക്ഷം കിട്ടാൻ. എന്തുകൊണ്ടാണ്? നിങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിറവേറ്റുമെന്നുകൊണ്ടാണ്. നിങ്ങൾ പ്രകടന പത്രികയിൽ ഒരുപാട് വാഗ്ദാനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും വലിയ വാഗ്ദാനങ്ങൾ നടക്കുമോ എന്നതിനേക്കാളും ഉപരി നടക്കുമെന്ന വിശ്വാസത്തോട് നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ 5 വർഷത്തെ പ്രതിവർഷത്തുള്ള മികവ് കൊണ്ടൊന്നുമല്ല. തിരുവോരങ്ങളിലും കവലകളിലും നിങ്ങളുടെ പ്രസംഗങ്ങൾ, അതുമാതിരി നിങ്ങളുടെ ഇന്ദിരാ ഗ്യാരണ്ടി, ഇതിലൂടെയൊക്കെയാണ് ജനം ഒരുപാട് ആഗ്രഹിച്ചു. കാരണം കേരളത്തിൽ അസുഖമാണ്, കൂടുതൽ ആളുകൾക്ക് അസുഖം വരാറുണ്ട്. അപ്പോൾ പണത്തിന് വേണ്ടി നെട്ടോട്ട് ഓടുന്ന ജനത്തിന് മുന്നിൽ ഒരൊറ്റ മാർഗമേ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുകയുള്ളൂ. പണം എന്ന് പറഞ്ഞ സാധനം. 25 ലക്ഷം രൂപ ആശുപത്രി ചെലവിന് ധനസഹായം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷകളോടാണ്. 5 വർഷമല്ലേ നോക്കാം എന്നുള്ള പ്രതീക്ഷകളോടും സ്ത്രീകൾക്ക് സൗജന്യമായി KSRTCയിൽ എവിടെ വേണമെങ്കിലും, കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് എല്ലാ KSRTCകളിലും സൗജന്യ യാത്ര പ്രതീക്ഷിച്ചുകൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത്. കണ്ടുപോയി VD സതീശിന്റെയും വേണുഗോപാലിന്റെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ ഗ്രൂപ്പിൽപ്പെടുന്ന അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്ന ആളുകൾ തിരുവോരങ്ങളിൽ രംഗത്തിറങ്ങി പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം കോലാഹലങ്ങൾക്ക് വകവരുത്തി വെക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇപ്പോഴും അവർക്ക് ഒരാളെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും തമ്മിത്തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ പൊതുജനം, വോട്ട് ചെയ്ത പൊതുജനം ഇപ്പോൾ ആരായി? അവരുടെ മുഖത്ത് നോക്കിയാണ് ഇപ്പോൾ നിങ്ങൾ കുഞ്ഞനം കുത്തുന്നത്. ഈ ഭരണത്തിൽ ഇരിക്കാൻ നിങ്ങൾ ഇത്ര കഷ്ടപ്പെടുമെങ്കിൽ ഇനി 5 വർഷം നിങ്ങൾ എങ്ങനെ തികച്ച് ഭരിക്കാൻ കഴിയും? തികച്ച് ഭരിക്കുക മാത്രമല്ല, നിങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ കൊണ്ട് നടപ്പിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഭരണം ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ നിങ്ങളെ കൊണ്ട് ഈ പറഞ്ഞ പ്രകടന പത്രിക പറഞ്ഞ കാര്യങ്ങളൊന്നും നിറവേറ്റാൻ സാധിക്കാതെ പോയാൽ നിങ്ങളെ പൊതുജനം തിരിച്ചറിയും. പറഞ്ഞ കാര്യങ്ങളെല്ലാം പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പ്രതീക്ഷകളോടുകൂടിയാണ് ജനം നിങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത്. ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു വികസന നേട്ടങ്ങൾ ലഭിക്കട്ടെ എന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആര് മുഖ്യമന്ത്രിയാകണം, ആര് മുഖ്യമന്ത്രിയാകേണ്ട എന്നുള്ള തീരുമാനത്തിലല്ല. വോട്ട് ചെയ്യാൻ മാത്രമേ വോട്ടർമാർക്ക് അവകാശമുള്ളൂ. ആര് മുഖ്യമന്ത്രിയാക്കണം എന്ന് പറയാൻ പൊതുജനങ്ങൾക്ക് കഴിയില്ല. മുഖ്യമന്ത്രിയാക്കുന്നത് അവരുടെ പാർട്ടിയും ഹൈക്കമാൻഡുമാണ്. ഹൈക്കമാൻഡിന്റെ തീരുമാനങ്ങളാണ് അവസാനമായിട്ടുള്ള വാക്കുകൾ. ഇല്ലെങ്കിൽ MLA തീരുമാനിക്കും. ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് VD സതീശൻ എന്നാണ്. നമുക്ക് നോക്കാം ആര് മുഖ്യമന്ത്രിയാവുന്നു. പൊതുജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ മാത്രമേ അധികാരമുള്ളൂ. മുഖ്യമന്ത്രി ആരാകണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ടോ എന്ന് ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലാക്കാം. അത് പാർട്ടിക്കും ഹൈക്കമാൻഡിനുമാണ് എന്നുള്ളതാണ് അവരുടെ തീരുമാനമെങ്കിൽ അത് ഈ നാട്ടിൽ പ്രക്ഷോഭങ്ങൾക്ക് വഴിയാകരുത് എന്നാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. വോട്ടർമാരെ നിരാശയാക്കിക്കൊണ്ടാണ് UDFന്റെ ഭരണം ആരംഭിക്കാൻ പോകുന്നത്. നാട് നയിച്ചവൻ പട നയിക്കട്ടെ എന്നാണ് എല്ലാവരുടെയും വാക്കുകൾ. നമുക്ക് നോക്കാം നാട് നയിച്ചവൻ പട നയിക്കുമോ അതോ ഇറക്കുമതി ഇറക്കി പട നയിക്കുമോ എന്ന്. എന്ത് ചെയ്യാനായാലും ജനങ്ങൾ ഇനി നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ നമുക്ക് കണ്ടറിയാം.